ശ്രീകോവിൽ പൊളിച്ചു പണിയാണ്. ആ പൊളിച്ചു പണിയ സമയത്ത് ഒരു ചെമ്പിട്ട് മൂടിയിട്ട് പൊളിച്ചോളാൻ പറയുകയാണ് കമ്മിറ്റിക്കാർ. വിഗ്രഹത്തെ ചെമ്പിട്ട് മൂടിയിട്ട് പൊളിച്ചോളാനാണ് പിന്നെ തന്ത്രി പറഞ്ഞയച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് വിഗ്രഹത്തിന് ജീവനില്ലേ, അതുകൊണ്ട് അങ്ങനെ ചെമ്പിട്ട് മൂടിയാൽ ശ്വാസം മുട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു. സാർ സത്യമാണ്. ഗീത വായിച്ചു തുടങ്ങി. അതിൽ നിന്നാണ് എനിക്ക് ഒരു പ്രചോദനം, സ്വധർമ്മം അനുഷ്ഠിക്കാൻ തോന്നി. അങ്ങനെയാണ് ക്ഷേത്രത്തിൽ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ നശിച്ചു. അവർക്ക് സത്യം പറഞ്ഞാൽ മക്കളെ കൊണ്ട് ജയിൽവാസം. നോക്കൂ ഒരു അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അവസ്ഥ. ഞാൻ എന്നിട്ട് ക്രിസ്മസ് സ്വീകരിക്കാൻ പോയി സാർ, ഈ ഹിന്ദുക്കളോട് പ്രതികാരം ചെയ്യാൻ. പക്ഷേ ദൈവം സമ്മതിച്ചില്ല, എന്നെ അതിനെ വിട്ടില്ല. അങ്ങനെ നടന്ന് അവസാനം ഗുരുവായൂരെത്തുകയാണ് ഞാൻ. അവിടെയാണ് ഞാൻ 2000 അവിടുന്ന് പോന്നിട്ട് ഗുരുവായൂരെത്തി. ഗുരുവായൂരപ്പനോട് സങ്കടങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ പുസ്തകം 1997 മാധവജി എഴുതിയ ഈ ഗ്രന്ഥമാണ്. ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിലാണ് ഞാൻ ഈ ക്ഷേത്ര സങ്കല്പത്തെ കാണുന്നത് സാർ. അതുവരെ എന്താണെന്ന് അറിയില്ല. അപ്പോഴാണ് ഇത് നാശത്തിൻ്റെ ഭഗവാന്റെ പാദത്തെ കയറിയല്ലേ മനുഷ്യർ ചവിട്ടണമെന്ന് തോന്നുന്നു സാർ. അപ്പോൾ ഇവിടെയല്ലേ നാശത്തിൻ്റെ കാരണം. അങ്ങനെ ഞാൻ അതിനകത്തുണ്ട് പോയി കണ്ടവരുടെ പേരുകളുണ്ട്, പോയി കണ്ടു. ഒരാളും ഉത്തരം തരാനില്ല. അപ്പോൾ പിന്നെ തീരുമാനിക്കുകയാണ് ആത്മഹത്യ ചെയ്യാൻ സാർ. ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് എനിക്ക് ഈ വിഗ്രഹത്തെ, പാർത്ഥസാരഥി വിഗ്രഹത്തെ എനിക്കൊരു ക്ഷേത്രത്തിൽ നിന്ന് ദാനമായി കിട്ടുക സാർ. അപ്പോൾ കൊണ്ടുപോയിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. സ്ഥലവും എനിക്ക് ദാനമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ പിന്നെ അത് പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഈ ഒരു ക്ഷേത്രമൊക്കെ സ്ഥലം തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ക്ഷേത്രത്തിൽ വരുമ്പം അവിടെ ക്ഷേത്രം ശ്രീകോവിൽ പൊളിച്ചു പണിയാണ്. ആ പൊളിച്ചു പണിയ സമയത്ത് ഒരു ചെമ്പിട്ട് മൂടിയിട്ട് പൊളിച്ചോളാൻ പറയുകയാണ് കമ്മിറ്റിക്കാർ. വിഗ്രഹത്തെ ചെമ്പിട്ട് മൂടിയിട്ട് പൊളിച്ചോളാനാണ് പിന്നെ തന്ത്രി പറഞ്ഞയച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് വിഗ്രഹത്തിന് ജീവനില്ലേ, അതുകൊണ്ട് അങ്ങനെ ചെമ്പിട്ട് മൂടിയാൽ ശ്വാസം മുട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു സാർ. സത്യമാണ്. എൻ്റെ ഒരു തോന്നൽ അങ്ങനെ ഉണ്ടായി. പക്ഷെ അതുവരെ സമ്മതിക്കാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടത് കുറച്ച് അബദ്ധമൊക്കെ ഉണ്ടായി അവർക്ക്. എനിക്കെല്ലാ അസത്തില്. അപ്പോൾ ഞാൻ വിഗ്രഹം കിട്ടിയ സ്ഥലം കിട്ടിയപ്പം ഞാനൊരു ഷെഡ് വെച്ചിട്ടാണ് മാറി താമസം തുടങ്ങി. ആ ഷെഡിലാണ് ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ലോകത്തോടൊന്ന് പറയണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ശരിയോ തെറ്റോ എന്താണെന്ന് അറിയില്ല. ഇത് ലോകരെന്ന് അറിഞ്ഞാലല്ലേ ശരിയും തെറ്റും തിരിച്ചറിയാൻ ഒക്കുള്ളൂ. അല്ല അപ്പം ഇത് ആരും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ ഭഗവാന്റെ പാദത്തെ കയറി മനുഷ്യർ ചവിട്ടി അങ്ങോട്ട് കയറുന്നു. ഇത് കൂടുതൽ എന്താ. അപ്പം ബ്രാഹ്മണരും മുഴുവൻ നശിച്ചു. ടിപ്പു സുൽത്താൻ വന്ന് ആക്രമിച്ചു, തോമസ് ഐസക് വന്ന് ആക്രമിച്ചു. ഇതിൻ്റെ ഉത്തരം എന്താണ് ഒന്നും അറിയില്ല. എന്താ മറ്റു മതസ്ഥരൊന്നും ഇവിടെ ഇവർ ഇങ്ങനെ ആക്രമിക്കാൻ എന്താ കാരണം? അപ്പോൾ ഈ തന്ത്രസമസ്യ ഉണ്ടാക്കിയത് എന്തിനാ, ആരുണ്ടാക്കി? കോഴിക്കോട് സാമൂതിരി രാജാവാണെന്നാണ് പറയണത്. അത് കൊഴപ്പാവടം മുല്ലപ്പള്ളി പട്ടേരിയും പിന്നെ കൊഴപ്പാവടം ചാക്യാരും ചേന്നോസ് നാരായണ നമ്പൂരിൻ്റെയാണ് ഇതിൻ്റെ വെച്ചാൽ ചേന്നോസിനോട് തന്ത്രസമസ്യ ഗ്രന്ഥം ഉണ്ടാക്കാനും കൊഴപ്പാവടം ചാക്യാരുടെ കൂത്തിൻ്റെ ഭ്രമന്തം ഉണ്ടാക്കാനും മുല്ലപ്പള്ളി പട്ടേരിയോട് ഐത്താചാരണത്തിൽ ഗ്രന്ഥം ഉണ്ടാക്കാൻ, ഇങ്ങനെ 3 ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കാൻ സാമൂതിരി രാജാവ് ആജ്ഞാപിച്ചു എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. സന്തോഷം. അപ്പം ആ അന്വേഷണത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ ഊരാള സ്ഥാനത്ത് തത്വങ്ങളുണ്ടായിരുന്നു എന്നാണ്. കണ്ടോ, എൻ്റെ അച്ഛന് പോലും അറിയില്ല. അച്ഛൻ 73-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഗുരുവായൂർ ഊരാള സ്ഥാനത്തുണ്ടായിരുന്നെന്ന് തത്വമംഗലത്തില്ലക്കാർക്ക് ആർക്കും അറിയില്ല. അത് കണ്ടെത്താൻ സാധിച്ചത് എനിക്കാണ് സാർ. ആ ഊരാള സ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്ന് രാജനാഥുണ്ട്, ആ ബുക്കിലുണ്ട്. ദേവപ്രശ്നത്തിൽ, കൈമുക്കിൻ്റെ ദേവപ്രശ്നത്തിൽ തത്വങ്ങൾ ഊരാള സ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷണം നടന്നതിന് തെറ്റില്ല. അപ്പോൾ ആ ഊരാള സ്ഥാനം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നറിയില്ല, ഏത് കാലത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക്
നമ്മുടെ ഈ ഹിന്ദു ധർമ്മത്തിൽ ദേവീദേവന്മാർക്ക് ആന വാഹനമില്ല. പിന്നെ എങ്ങനെ ക്ഷേത്രത്തിൽ ആന വന്നു? അപ്പോൾ ഈ തന്ത്രസംശയ ഗ്രന്ഥത്തിൽ കൂടിയാണ് ആന വന്നതെന്നുള്ള സത്യമാണ്. അപ്പോൾ ആ തന്ത്രസംശയ ഗ്രന്ഥം എഴുതിയത് സാമൂത് രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ചേന്നോസ് നാരായണൻ നമ്പൂർ എഴുതിയതാണ് എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. അത് പലരും പോയി കണ്ടു. ഇനിയിപ്പോൾ കാണാത്തവരാരും ഇല്ല ലോകത്ത്. പക്ഷേ ഇത് ആരും തത്വങ്ങളിൽ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയാൻ ആർക്കും തയ്യാറില്ല. എന്നാൽ തത്വങ്ങൾ ശരിയാണ് പറഞ്ഞത് പറയാൻ പറ്റുമോ? അത് ആർക്കും പറ്റില്ല. ഇനി മന്ത്രിമാരെ കാണാത്തില്ല. ഞാൻ എൻ്റെ പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്, പിന്നെ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് ഒട്ടുമുക്കാലും മന്ത്രിമാരെ പോയി നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഒരാളും ഉത്തരം സല്ല. ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിക്കുക സാർ. സത്യം പറയട്ടെ, ഞാൻ കുടുംബം ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു പാർത്ഥസാരഥി വിഗ്രഹത്തെ എനിക്ക് ദാനമായിട്ട് കിട്ടുകയാണ്. അവിടെയാണ് ആ വിഗ്രഹത്തെ കിട്ടിയിട്ട് ഇന്ന് 28 വർഷം തികയാണ്. അപ്പോൾ കൊണ്ടുവയ്ക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്കുള്ള സ്ഥലം ഞാൻ ഉണ്ടാക്കിക്കോളാം, ഞാൻ ഇരിക്കുന്നൊരു തുണി ഇരുന്നോളാനാണ്. വിഗ്രഹം പറയാനുണ്ടോ? വിഗ്രഹം എന്ന് വെച്ചാൽ അത് പറഞ്ഞത് കൂറ്റനാട് ഒരു കുട്ടെന്ന് പറഞ്ഞ ജോത്സ്യനുണ്ട്, ജോത്സ്യവണ്ടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദിച്ചു, കുട്ട എങ്ങനെ ഒരു വിഗ്രഹത്തെ കിട്ടാമെന്ന് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ദേവനാണ്, പാർത്ഥസാരി വിഗ്രഹത്തെയാണ്. അപ്പോൾ കുട്ടൻ രാശി വെച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, തമ്പുരാൻ ആ വിഗ്രഹം തമ്പുരാൻ നോക്കിയിരിക്കുകയാണ്, മേടിച്ചോളൂ. ഞാൻ പറഞ്ഞു, കുട്ട എനിക്ക് കൊണ്ടുപോയി സ്ഥലമില്ലല്ലോ. ദേവനിരിക്കാനുള്ള സ്ഥലം ദേവൻ ഉണ്ടാക്കിയോളും, ദേവനിരിക്കുന്നിടത്ത് തമ്പുരായിരുന്നോളും. അങ്ങനെ 2000 ആണ്ടിൽ സ്ഥലം കിട്ടുകയാണ് സാർ. വിഗ്രഹത്തെ ദാനമായി കിട്ടി, സ്ഥലവും ദാനമായി കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെയൊരു ശിക്ഷയെ പറ്റി പറയാനുണ്ടല്ലോ സത്യത്തിൽ. അത് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതാണ്. അങ്ങനെ ഉണ്ടാക്കി ലോകം മുഴുവൻ മന്ത്രിമാർക്കൊക്കെ കൊടുത്തോണ്ട് കേട്ടു. കേരളത്തിലെ മന്ത്രിമാർക്കൊക്കെ അയച്ചിട്ടുണ്ട്. തിരുമേനിയൊന്നുകൊണ്ട് വിഷമിക്കണ്ട. തിരുമേനിയുടെ ഈ പറയുന്ന ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ഉദ്ദേശ ശുദ്ധി വളരെ വലുതാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ പ്രധാനമന്ത്രിയുടെ PRO ടീമിലേക്ക് എത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിനൊരു ഉദ്ദേശശുദ്ധിക്ക് അപ്പുറം ഇതിനൊരു റെലവൻസ് ഫീൽ ചെയ്യണമെങ്കിൽ 100% ഇത് എവിടെയാണോ എത്തേണ്ടത് ആ ഭാഗത്തേക്ക് എത്തും. പിന്നെ അതില്ല സാർ, വിഗ്രഹത്തെ കിട്ടി അതൊരു ചരിത്രമാണ്. പാർത്ഥസാരി വിഗ്രഹത്തെ കിട്ടണം. അത് അതിമനോഹരമായ വിഗ്രഹം. അപ്പോൾ ഒരമ്മ എന്നോട് പറയുകയാണ്, ഒരു നമ്പൂരി ഉണ്ട്, വെറ്റില നമ്പൂരി എന്നാണ് പറയുക, അങ്ങ് അദ്ദേഹത്തെ ഒന്ന് പോയി കാണൂ. അദ്ദേഹം പോയി കണ്ടു. അപ്പോൾ തത്വങ്കലത്തിന് ഈ വിഗ്രഹത്തിൻ്റെ കൂടെ ഒരു വിഗ്രഹം കൂടെ കിട്ടും. ആ വിഗ്രഹം കിട്ടിയില്ലെങ്കിൽ ഈ പാർത്ഥസാരി വിഗ്രഹത്തെ അങ്ങ് കടലിൽ കൊണ്ട് കളയണം എന്നാണ്. ഈ ഒരു വിഗ്രഹം കിട്ടും, അങ്ങ് അന്വേഷിക്കണം. കിട്ടിയില്ലെങ്കിലോ ഈ വിഗ്രഹത്തെ കടലിൽ കൊണ്ട് കളയണം. 41 ദിവസം അവധിയുള്ളൂ. അതിന് വേറൊന്നും ചെയ്യേണ്ട, ഒരു ഗണപതി അങ്ങ് കഴിക്കണം ഇല്ലത്ത് വെച്ച്. അങ്ങനെ 29-ാം ദിവസം ഞാനിങ്ങനെ ഈ വിഗ്രഹത്തെ ഒരു കുളത്തിൽ നിന്ന് കിട്ടിയതാണ്. വെച്ചാൽ ഒരു അമ്പലത്തിൽ ചെന്നപ്പം ആ അമ്പലത്തിലെ കുളത്തിൽ പടവ് കെട്ടിയപ്പം അവിടുന്ന് കിട്ടിയതാണ് അവർക്ക്. അപ്പോൾ എനിക്കത് കിട്ടാൻ യോഗം ഉണ്ടായിരിക്കും. ഞാൻ അമ്പലത്തേക്ക് പൂജയ്ക്കായി ചെല്ലേണ്ടി വന്നു. അങ്ങനെ 10,000 വിഗ്രഹം എനിക്ക് കിട്ടിയാവാം. അതെനിക്ക് സന്തോഷം. എനിക്ക് ഇഷ്ടപ്പെട്ട ദേവനാണോ വെച്ച് ഞാൻ മേടിച്ചതാണ്, അത് ചോദിച്ചിട്ടാണ് അങ്ങനെ മേടിച്ചു. അപ്പോഴാണ് ഇങ്ങനെയൊരു ഇത് വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പം അവിടെ അടുത്തൊരു അമ്പലത്തിൽ പൊളിച്ച ഒരു വിഗ്രഹത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, അതെ, ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം. അപ്പോൾ ഒരു പാർത്ഥസാരി വിഗ്രഹത്തെയും കിട്ടി, ശ്രീകൃഷ്ണ വിഗ്രഹത്തെയും കിട്ടി സാർ. ഇത് സത്യമാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.